ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ കുഞ്ഞുമാവിനൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുഞ്ഞുമാവിനെ ഉറക്കി കിടത്തിയിട്ട് നമ്മൾ മുഖമൊക്കെ ഒന്ന് കഴുകുക കേട്ടോ. മുഖം ഒന്ന് കഴുകിയിട്ട് വേണം എൻ്റെ അടുത്ത ഡ്യൂട്ടീസ് തുടങ്ങാൻ. അപ്പം നമ്മുടെ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഒരു പണിയും ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഹോബിക്ക് വേണ്ടി നമുക്ക് സമയം കണ്ടെത്താനോ ഒന്നും സാധിക്കില്ല കേട്ടോ. 4 കുട്ടികളുടെ അമ്മയായ കാര്യം പിന്നെ പറയേ വേണ്ടല്ലോ. എനിക്ക് എൻ്റെ ജോലികളെല്ലാം തീർന്നിട്ട് ഒരു ദിവസം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാവില്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട് എനിക്ക് കണ്ടൻറ്റ്സ് ഒന്നുമില്ല എന്നുള്ളത്. കണ്ടൻറ്റ് ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതാണ് പ്രധാനപ്പെട്ട കാരണം. ഞാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഗാർഡനിലേക്കും എൻ്റെ ഹോബിയിലേക്കും ഒക്കെ ഞാൻ നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എനിക്കിതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഒരു ഫോണും പിടിച്ചുകൊണ്ട് നമുക്കിങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് വെറുതെ വാരി വലിച്ച് നമ്മൾ യൂട്യൂബിലിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിന്നെ ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. കാരണം ഞാനിടുന്ന ഈ വീഡിയോസൊക്കെ വീണ്ടും എനിക്ക് തന്നെ കാണാമല്ലോ. നമ്മൾ കുറച്ച് വയസ്സായി കഴിയുമ്പോൾ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ പുറകിലൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി, ഏകദേശം മാസങ്ങളോളമായി എന്ന് തന്നെ പറയാം കേട്ടോ. ഓൾറെഡി നമ്മളിവിടെ കുറച്ച് പ്ലാന്റ്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ആയിട്ട്. ഏകദേശം ഒരു 2-3 വർഷം കൊണ്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സുകളൊക്കെ വാങ്ങി വെച്ചത് കേട്ടോ. ഗാർഡന് ഞങ്ങൾ ഇങ്ങനെയൊരു ഗാർഡനാക്കി മാറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായിട്ടോ. 2 മാസത്തോളമായി എന്ന് ഏകദേശം പറയാം. എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെയും മക്കളുടെയൊക്കെ ഹെൽപ്പ് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല രീതിയിൽ. ഇപ്പം തന്നെ ഞാൻ രാവിലെ മോർണിംഗിൽ തന്നെ കട്ട് ചെയ്തിട്ട കുറച്ച് കേടായ ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇലകളൊക്കെ ഞാൻ ഇപ്പോൾ പെറുക്കി കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് പെറുക്കി കൊട്ടി ഞാനൊരു പാത്രത്തിലേക്ക് ഇടും, എന്നിട്ട് അത് അടച്ചു വയ്ക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് ഞാൻ തീയിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് കാരണം നമുക്കത് തൊട്ടടുത്തൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. കേട് വന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവികളൊക്കെ, ഈ പുഴുക്കളും പ്രാണികളൊക്കെ വന്നിരുന്ന് കേട് പിടിച്ചിരിക്കുന്ന ഇലകളൊക്കെയാണ് കൂടുതലും കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അതിൻ്റെ ഇലകളൊക്കെ നമുക്കിങ്ങനെ ചുരുണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ ഇടയ്ക്ക് കൂടി നമുക്ക് നടക്കാനൊരു വഴിയും ആ വഴിയുടെ അരികത്തൂടെ കുറച്ച് ഇലച്ചെടികളും കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ചെടികളൊക്കെയാണ് കേട്ടോ നട്ടുപിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം ഇത്തിരി വൈകിപ്പോയി, അതുകൊണ്ട് തന്നെ ഡെയിലി നനയ്ക്കലും ഒക്കെ ഇപ്പോൾ നല്ലൊരു പണിയാണ് കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാ ജോലികളുടെ ഇടയിലും ഞാൻ എങ്ങനെ സമയം കണ്ടെത്തുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും എല്ലാ ദിവസവും ഞാൻ ഇതിലൂടെ ഒന്ന് ഓടി നടക്കുമെങ്കിലും ചെയ്യും കേട്ടോ, കുറച്ചെങ്കിലും. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ചെടികൾ നട്ടിരിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ പുല്ലുകളുണ്ടാവും. ആ പുല്ലുകളൊക്കെ നമുക്ക് പറിച്ചെടുക്കണം. എപ്പോഴും എല്ലാ ദിവസവും എനിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ലെങ്കിലും പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. കുറച്ച് നേരമെങ്കിലും ഞാൻ ഇതിനു വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട്. കുട്ടികളുള്ള അമ്മമാർക്ക് ഹോബി പാടില്ല എന്നൊന്നും ആരും എങ്ങും എഴുതി വെച്ചിട്ടില്ല. നമുക്ക് നമ്മുടേതായ ഹോബി, നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു ചെറിയ ഹോബി, നമ്മളത് എന്താണെങ്കിലും നമ്മളത് കണ്ടുപിടിച്ചിരിക്കണം കേട്ടോ. കാരണം നമ്മളിങ്ങനെയുള്ള ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ പോസിറ്റിവിറ്റി നന്നായിട്ട് കൂട്ടുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഇതിന് മുമ്പെന്ന് ഉണ്ടായിരുന്ന സമയത്തേക്കാളും എൻ്റെ ഹെൽത്താണെങ്കിലും ഒക്കെ എനിക്ക് കുറച്ചും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരുതരം കുറച്ച് ടെൻഷൻ ഉണ്ടല്ലോ, കുട്ടികളെ സംബന്ധിച്ചുള്ളൊരു ടെൻഷൻ, അത് ഞങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്, ഹസ്ബൻഡിനുണ്ട്. പക്ഷേ അതുണ്ടെങ്കിലും ഞങ്ങളുടെ കുറച്ച് സമയമെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിനൊന്ന് സന്തോഷിപ്പിക്കാൻ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം അതിനെയാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് നമുക്ക് ഫീൽ ചെയ്യും. കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതൊന്നും അല്ലല്ലോ നമുക്ക് ഈ മനസ്സിൻ്റെ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ നമ്മുടെ ചെറിയ കാലത്ത്, നമ്മൾ 90 കിഡ്സിലൊക്കെ ഉള്ള ചെറുപ്പകാലത്ത് ഉണ്ടാകുന്ന കുറച്ച് നല്ല നല്ല ഓർമ്മകളുണ്ട്. അതൊന്നും നമ്മുടെ മക്കൾക്കൊന്നും കിട്ടത്തില്ല. ഇപ്പം തന്നെയാണെങ്കിലും ഞങ്ങളിവിടെ നട്ടിരിക്കുന്ന ഓരോ ചെടികളുടെയും പേരുകൾ, അല്ലെങ്കിൽ ഓരോ ചെടി എന്താണ്, ഓരോ ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് പോലും ഞങ്ങളുടെ മക്കൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. പക്ഷെ അതിനൊക്കെ ഞാനിവിടെ ഓരോ ഗെയിമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, ഗെയിം കളിക്കാറുണ്ട് അവരുടെ കൂടെ. ഈ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നത് പുല്ല് കണ്ടമാനം മുളയ്ക്കാതിരിക്കാനാണ് കേട്ടോ.
ഇതിപ്പോൾ പ്ലാസ്റ്റിക് ഇടാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? കാരണം നമുക്ക് ഈ പുല്ല് ചെത്താനും ഒക്കെ ആയിട്ട് എല്ലാത്തിനും നമുക്ക് സമയം കിട്ടത്തില്ല. പിന്നെ എനിക്ക് ഈ വലിയ വലിയ ആയുധങ്ങൾ എടുത്തിട്ടുള്ള നമ്മുടെ മൺവെട്ടി പോലത്തുള്ള ആയുധങ്ങൾ എടുത്തിട്ടുള്ള പരിപാടികൾക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. എൻ്റെ ഹെൽത്ത് അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യത്തില്ല. താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ചെയ്യാനൊക്കെ ഞാൻ റെഡിയാണ്. ഞാൻ എന്ത് ജോലിയും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഹെൽത്ത് നമ്മുടെ മനസ്സിനോടടുത്ത് വലുതായില്ല എന്ന് മാത്രം. ഇതെൻ്റെ ബട്ടൺ റോസാണ് കേട്ടോ. കുറേ ദിവസങ്ങളായിട്ട് ഞാനിതിൻ്റെ പുറകെ തന്നെയായിരുന്നു. ഇതിന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാനായിട്ടായിരുന്നു. ഉറുമ്പുകളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇതേ ആൾ നമ്മുടെ മുഞ്ഞു പോലത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിന് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വേപ്പെണ്ണയൊക്കെ മിശ്രിതമൊക്കെ ഞാൻ പ്രയോഗിച്ച് നോക്കിയായിരുന്നു. പക്ഷേ അതൊന്നും സക്സസ് ആകുന്ന ലക്ഷണം കാണുന്നില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇനി അടുത്ത വലിയ ഒരു പരിപാടിയിലേക്ക് അടുത്ത അടവിലേക്ക് ഞാൻ തിരിയേണ്ടതായിരിക്കുന്നു. ഇല്ലെങ്കിൽ എൻ്റെ ഈ റോസ് എനിക്ക് നഷ്ടപ്പെടും എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നും തന്നെ നമുക്ക് ചെയ്യാനുള്ള സമയമില്ലയെന്ന് അറിയാലോ. ഓടി ജസ്റ്റ് ഇതൊന്നും നോക്കിയിട്ട് പോകാനേ എനിക്ക് പറ്റുന്നുള്ളൂ. പക്ഷേ ഈ റോസിന് വന്ന ഈ തകരാറ് മൂലമാണെന്നറിയില്ല, എൻ്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ ഇരിക്കുന്ന റോസുകൾക്കൊക്കെ ഇത് വീണ്ടും ബാധിക്കാൻ തുടങ്ങിയായിരുന്നു. നിറച്ചു മുട്ടുകൾ കേട് വന്ന് നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഇതിങ്ങനെ വിരിഞ്ഞ് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമല്ലോ. ആ ഒരു പ്രതീക്ഷ നമ്മളെ ഭയങ്കരമായിട്ട് എന്നും വന്ന് ഇതിനെ നോക്കാൻ പ്രേരിപ്പിക്കും. ഇങ്ങനെ പുതിയ പുതിയ ആൾക്കാരെയൊക്കെ ഞാനിങ്ങനെ എൻ്റെ ഗാർഡനിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ അത് എന്ത് ചെയ്താൽ നടപടിയാവുന്നില്ല എന്നുള്ളൊരവസ്ഥ. അവസാനം ഞാനിതിനെ എന്താ ചെയ്യാൻ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഞാനിപ്പം ആ ചട്ടിയിൽ നിന്ന് അങ്ങനെ തന്നെ പറിച്ചു മാറ്റാൻ പോകും. നാളെ ഞാൻ വേറൊരു രീതിയിലേക്ക്, അതായത് വേറൊരു വാസസ്ഥലത്തിലേക്ക്, വേറൊരു രൂപത്തിലേക്ക് ഞാൻ മേക്ക് ഓവർ ചെയ്യാനുള്ള ഉദ്ദേശമുണ്ട്. അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഫോളോ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഞാൻ അതിൻ്റെ ചെടിച്ചട്ടിയുടെ അടുത്തുനിന്ന് കുറച്ച് മണ്ണൊക്കെ മാറ്റിയായിരുന്നു. ചെടിച്ചട്ടിയുടെ ഉള്ളിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ അതിൻ്റെ ചുറ്റുനിന്ന് മാറ്റിയിട്ട് അത് പതുക്കെ ഞാൻ ആ ചെടി അങ്ങോട്ട് ഇളക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. നമ്മളത് ഇളക്കിയെടുക്കും. അങ്ങനെ നമ്മൾ പറിച്ചെടുത്തുകൊണ്ട് വന്ന അതിൻ്റെ കൂടെയുള്ള വേറെയും കുറേ റോസിനെയും ഞാൻ പറിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അതിനെയും ഞാൻ നമ്മുടെ മെയിൻ തട്ടകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മുടെ പുറകിലെ പറമ്പിലേക്ക്. അവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ കുറച്ച് കൊമ്പുകളും ഇലകളൊക്കെ ഞാൻ അങ്ങോട്ട് മുഴുവൻ കട്ട് ചെയ്ത് നിർത്താണ് കേട്ടോ. കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതായത് എല്ലാ ഇലകളെയും ഞാൻ കട്ട് ചെയ്ത് വെറും സ്റ്റെമ്മ് മാത്രമാക്കിയിട്ട് നിർത്തുന്നതാണ് കേട്ടോ. ഫുള്ള് നമ്മൾ റീപോർട്ട് ചെയ്യാൻ പോവുകയാണ് എല്ലാത്തിനെയും. ഏകദേശം ഞാൻ 3 പ്ലാന്റ് എടുത്തിട്ടുണ്ട്. കൂടുതൽ ഡാമേജ് ആയി എന്ന് കരുതിയ 3 പ്ലാന്റ്സ് ഞാൻ എടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് റീപോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചട്ടിച്ചേട്ടന്മാരൊക്കെ ഞാൻ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഹോളിലൊക്കെ ഞാൻ ഓരോ ചെറിയ കല്ലുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ ആ ഹോള് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചെയ്യുന്നത്. പോട്ടി മിക്സ് ഓൾറെഡി ഞാൻ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് വേറെ ഞാൻ മണ്ണും ഒക്കെ മിക്സ് ചെയ്തിട്ടാണ്, ചാണകപ്പൊടിയും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. കാരണം ഇവിടെ നല്ല ചുവന്ന മണ്ണാണ്. അത് റോസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ണാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത് തന്നെ. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പശ കൂടുതലുള്ള മണ്ണാണ്. പിന്നെ വെട്ടുകൽ പ്രദേശം കൂടി ആയതുകൊണ്ട് നല്ല കട്ടയായിട്ടിരിക്കും മണ്ണ്. പെട്ടെന്ന്, അതായത് ഒട്ടും വെള്ളം ഇറങ്ങാത്ത രീതിയിൽ ചെടി നശിക്കാൻ അത് മാത്രം മതി. അതിനാണ് ഞാൻ എൻ്റെ കുറച്ച് ട്രിക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, കുറച്ച് ഉണക്ക ഇലകൾ നമ്മുടെ പറമ്പിൽ തന്നെ അവിടെ ഇവിടെ ചെടികളുടെ ഇടയിൽ വീഴുന്ന ആ ഇലകൾ ഞാൻ കൂട്ടി വെക്കാറുണ്ട്. ആ ഇലകളൊക്കെ ഞാൻ കീറിപ്പറിച്ച് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യും. അപ്പം നമ്മുടെ ചെടിച്ചട്ടിയിലെ ഡ്രെയിനേജ് സിസ്റ്റം അങ്ങോട്ട് നന്നാവും കേട്ടോ. ഈ ഉണക്ക ഇലകളൊക്കെ അങ്ങോട്ട് പൊടിച്ചിടുമ്പോൾ അതവിടെ കിടന്ന് ഡൈലൂട്ട് ചെയ്ത് അതിൻ്റെ ആ വെള്ളം നമ്മൾ ഒഴിക്കുന്നതിന് എക്സസ് ഉള്ള വാട്ടേഴ്സൊക്കെ താഴേക്ക് വേഗം പൊക്കോളും. സിറെന്ന് പറഞ്ഞുകൊണ്ട് പൊക്കോളും. ചെടിച്ചട്ടികളൊക്കെ അങ്ങനെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാനായിട്ട്. അപ്പോൾ ഞാനിത് സാഫ് കലക്കി വെച്ചേക്കുവാണ് ബക്കറ്റിൽ. ഇത് ജസ്റ്റ് ഒന്ന് അതിനകത്തേക്ക് നമ്മുടെ പ്ലാന്റ്സിനേക്ക് ഒന്ന് മുക്കണം. അപ്പം ഞാൻ നട്ട പ്ലാന്റ്സിൻ്റെ 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള ലുക്കാണ് ഇത് കാണുന്നത്. എല്ലാം കീടബാധയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പുതിയ നാമ്പുകളൊക്കെ വരാനും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം ഇനി അടുത്ത് തന്നെ നമ്മുടെ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ അടുത്ത് വരുന്ന വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട് നമ്മുടെ കൂട്ടുകാർക്കൊക്കെ. അപ്പം മറക്കാതെ നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും
മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാ വീട്ടമ്മമാർക്കും എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഡേ ആശംസിക്കുന്നു. ഇതാണ്